കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ ലഹരി വേട്ട കേസിലെ പ്രധാനി കൊല്ലം സ്വദേശിയായ 3-ാം വർഷ വിദ്യാർത്ഥിയാണ് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. കഞ്ചാവ് എത്തിച്ചത് ഇയാൾക്ക് വേണ്ടിയെന്ന് ആഷിഖിന്റെയും ശാലിഖിന്റെയും മൊഴിയുമുണ്ട്. 3-ാം വർഷ വിദ്യാർത്ഥിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. രാഗൻ ചേർന്നു. രാഗൻ, ഇതുൾപ്പെടെ എന്തെല്ലാം പുതിയ വിവരങ്ങളാണ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന് ലഭിച്ചിരിക്കുന്നത്? ഇന്ന് ഈ കേസിൽ അറസ്റ്റിലായിരുന്നത് ആഷിഖും ഷാലിഖുമാണ്. ഈ രണ്ടു പേരാണ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചത്. ഇവരുടെ കോൺടാക്ട് പേഴ്സൺ എന്ന് പറയുന്നത് കൊല്ലം സ്വദേശിയാണ് എന്നതാണ് പോലീസിന് ബോധ്യമായിരിക്കുന്നത്. ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ മറ്റു കൂടുതൽ വിവരങ്ങളും ഇതിന്റെ ഭാഗമായി പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവിടെ ഓഫർ വെച്ച് ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടന്നിരുന്നു ഈ ഹോസ്റ്റലിൽ എന്നതാണ്. അതായത് പണം മുൻകൂറായി നൽകുകയാണെങ്കിൽ വില കുറച്ച് ലഹരി കൊടുക്കുക എന്നടക്കമുള്ള ഓഫറുകളാണ് അതിന്റെ ഭാഗമായി നൽകിയിരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പോലീസ് സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഇപ്പോൾ ഇന്ന് അറസ്റ്റിലായിട്ടുള്ള ആഷിഖ്, ഷാലിഖ് ഈ രണ്ടു പേർക്ക് ലഹരി കൈമാറിയിരുന്നത് ഇതര സംസ്ഥാനക്കാരനാണെന്ന വിവരം കൂടി ലഭിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ ശൃംഖലയാണ്. അതായത് അവിടെ നിന്ന് തുടങ്ങുന്ന ശൃംഖല ഇവിടെ ബാച്ച് ഔട്ടായി പോയ, അതായത് പൂർവ്വ വിദ്യാർത്ഥികളുടെ കയ്യിലേക്ക് ഈ സാധനം വരുന്നു, ലഹരി വരുന്നു. ആ ലഹരി ഇവർ ഇവിടെ എത്തിക്കുന്നു, ഈ ഹോസ്റ്റലിൽ എത്തിക്കുന്നു. ആ ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളായിട്ടുള്ളവർ ഉപയോഗിക്കുന്നു. ഒരുപക്ഷെ പുറത്തും അത് കൂടുതലായി വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ശൃംഖലയാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇത്രയധികം ലഹരി പിടികൂടിയ സംഭവത്തിൽ പോലീസ് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ആ കുട്ടികളുടെ കയ്യിൽ ചെറിയ പാക്കറ്റുകൾ വല്ലതും കിട്ടുമായിരിക്കുമെന്നാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ പോലീസ് ഞെട്ടുകയാണ് ചെയ്തത്. ഇത്രയും കിലോ ലഹരി ആണ് അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകുന്നു, കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഇതിൽ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നു. ഇതിൽ ലഹരിക്ക് വേണ്ടി പിരിവ് നടന്നിട്ടുണ്ട്, ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ പണം കൊടുത്തു എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്. കൂടുതൽ അറസ്റ്റ് ഈ കേസുകളിൽ ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കുകയാണ് പോലീസ് സംഘം. എന്തായാലും വലിയ അന്വേഷണം ഇതിന്റെ ഭാഗമായിട്ട് വ്യാപ്തിയിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസ് വ്യക്തമാക്കുന്നത്. രാഗിനാണ് വിവരങ്ങൾ നൽകുന്നത്. രാഗിനി, ഡിസ്കൗണ്ട് ഉൾപ്പെടെ നൽകുന്നു, പ്രീ ബുക്കിംഗ് ഉണ്ട്. ഇവരുടെ ഒരു പ്രവർത്തന രീതി ഏത് തരത്തിലായിരുന്നു? ഈ കോളേജ് ഹോസ്റ്റലിലെ കുട്ടികൾ മാത്രമാണോ ഉപയോഗിച്ചിരുന്നത്, അതോ പുറത്തും ഇവർ കച്ചവടം നടത്തിയിരുന്നോ? ചില വിവരങ്ങൾ കൂടി പോലീസിനുണ്ട്. ഇതിന്റെ ചോദ്യം ചെയ്യലും മൊഴി രേഖപ്പെടുത്തലും ഒക്കെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അത്തരം വിശദാംശങ്ങൾ കൂടി പുറത്തേക്ക് വരും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രീ ബുക്കിംഗ്, അതായത് മുൻകൂറായി പണം കൊടുത്ത് ഇത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 500 രൂപയ്ക്ക്, അതായത് ഈ വസ്തു കിട്ടിയ ശേഷമാണ് പണം കൊടുക്കുന്നതെങ്കിൽ 500 രൂപയ്ക്ക് ഇത് കിട്ടും. അല്ല മുൻകൂറായിട്ട് ആണ് എന്നുണ്ടെങ്കിൽ 300 രൂപയ്ക്ക് കൊടുക്കും. അങ്ങനെയുള്ള രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെയാണ് അവിടെ നടന്നിരുന്നത്. അതായത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതുണ്ട് എന്നതാണ് ബോധ്യമാകുന്നത്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ പോലീസ് പറയുന്നത് അവിടെ പല പരിപാടികൾക്കും പോകുമ്പോൾ അവിടുത്തെ കോളേജ് അധികൃതർ തന്നെ തങ്ങളോട് വാക്കാൽ ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. ആ മേഖലയിലൊക്കെ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവിടെ പരിശോധിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം കുറെ കൂടി സ്പെസിഫിക് ആയി ഇത്തരത്തിൽ ഒരു പരിപാടി നടക്കുന്ന ഘട്ടത്തിൽ ലഹരി ഉപയോഗമുണ്ട് എന്ന് പ്രിൻസിപ്പലിന്റെ കത്ത് ലഭിക്കുകയാണ് പോലീസിന് ചെയ്തത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. അപ്പോഴും പോലീസ് വിചാരിച്ചിരുന്നത് കുട്ടികളുടെ കയ്യിൽ നിന്ന് ചെറിയ പാക്കറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത്രയധികം ലഹരി അവിടെ കൊണ്ടുവന്നു എന്നത് പോലീസിനെ തന്നെ ഞെട്ടിച്ചു. എന്തായാലും വിശദമായിട്ടുള്ളൊരു അന്വേഷണം ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ടാകും. ഇതിൽ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലരും മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥി സംഘടനകളാകെ പ്രതിരോധത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇതിൽ SFI നേതാവും അവിടുത്തെ കോളേജ് യൂണിയൻ സെക്രട്ടറിയുമായിട്ടുള്ള അഭിരാജ് പിടിയിലായിരുന്നു. അഭിരാജിനൊപ്പം ആദിത്യനും ആ കേസിൽ അറസ്റ്റിലായി. ഇപ്പുറത്തെ കേസിലാണെങ്കിൽ ആകാശിന് 2 കിലോയിലോളം കഞ്ചാവാണ് കിട്ടിയിരുന്നത്. അതിൽ ആകാശിന്റെ റൂംമേറ്റ് ആയിരുന്ന ആദിലിന്റെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. ആദിലിന്റെ പ്രതികരണത്തിൽ ആദിൽ പറയുന്നത് ആകാശ് കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്നാണ്. എന്തായാലും അങ്ങനെ പ്രത്യാരോപണങ്ങൾ അങ്ങോട്ട് കൊഴുക്കുമ്പോഴും ഈ സംഘടനകളിൽ ഉൾപ്പെട്ടവർ തന്നെ പലരും ഇതിന്റെ ഭാഗമായി തന്നെ വന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറെ ഞെട്ടിപ്പിക്കുന്നതുമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്.